കുറേ ടൈം എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത ഒരു പരിപാടി കുറേയേറെ ആളുകൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടേക്കുന്ന പാൻസ് ഊരിപ്പോയ എന്തായിരിക്കും അവസ്ഥ? അമ്മയുടെ നാട്ടിലെ കുന്നത്ത് വീട്ടിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസം രണ്ട് ടീമിന്റെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ടീം പെർഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണിത്. ഈ ടീമിന്റെ മധ്യത്തിൽ നിന്ന് കളിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ പെർഫോം ചെയ്യുന്ന ആളുടെ പാൻസ് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് താഴേക്ക് വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ആള് വാളൊക്കെ ഇട്ടിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് ഓടി. പക്ഷെ പെട്ടെന്ന് തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി ആ വാളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് മറ്റേ കുട്ടിയുടെ ക്യാരക്ടറിന്റെ പെർഫോമൻസ് നടത്തി. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പാളി പോകേണ്ടിയിരുന്ന ഒരു പരിപാടി ആ രണ്ടാമത്തെ കുട്ടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തതുകൊണ്ട് അടിപൊളിയായിട്ട് ആ പ്രോഗ്രാം പെർഫോം ചെയ്ത് തീർക്കാൻ പറ്റി. ഹ്യൂമിഡിറ്റി കാരണം വിയർത്ത് കുഴഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറെ നാളിന് ശേഷം കണ്ടതിന്റെ സന്തോഷത്തിൽ എല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണ് താലപ്പൊലിയും വിളക്കും എടുത്ത കുട്ടികൾക്ക് 1, 2, 3 പ്രൈസ് മാത്രമല്ല ബാക്കി എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. അപ്പൊ അദ്യുബേബിക്കും കിട്ടിയ ഒരു ബുക്കും പേനയും. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ചെറിയ ഒരു സമ്മാനം കൊടുക്കുന്നത് എല്ലാ ഉത്സവ കമ്മിറ്റിക്കാരും ഒരു മാതൃകയാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം കുട്ടികൾക്ക് അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കൈകൊട്ടിക്കളി. ഇവരുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്